അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി താല വബർക്കാത്ത്. പ്രിയമുള്ളവരെ, BMCയുടെ അഹ്ലൻ റമദാൻ എന്ന പ്രഭാഷണ പരമ്പരയിലാണ് നാം ഉള്ളത്. റമദാൻ്റെ അവസാനത്തെ 10 വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്നത്. അവസാനത്തെ 10 പറയുമ്പോൾ പാപമോചനത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. തീർച്ചയായിട്ടും റമദാൻ ഒരു ആത്മീയ മാസമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉപാസന, പ്രാർത്ഥന, ധ്യാനം, സഹാനുഭൂതി എന്നീ 4 കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നോമ്പിൻ്റെ അല്ലെങ്കിൽ റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചോ അതിൻ്റെ ഊർജത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആത്മീയമായിട്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ കരുത്തിനെക്കുറിച്ചോ അല്ല, മറിച്ച് റമദാൻ മാസത്തിൽ സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചെറിയ എൻ്റേതായ ചില അഭിപ്രായങ്ങളാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്ത് ഡ്രഗ്സാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ലഹരിയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് കെമിക്കൽ അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോടുകൂടി ആ കുട്ടികളുടെ മസ്തിഷ്കത്തിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുകയും സാധാരണ ബോധത്തിൽ നിന്നും അവർ അന്യമായിക്കൊണ്ട് മറ്റ് അസാൻമാർഗികമായ അക്രമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിലേക്ക് പ്രചോദനം നൽകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ ലഹരിയിൽ നിന്ന് വിമുക്തമാകുന്നതിന് വേണ്ടിയുള്ളൊരു പ്രതിജ്ഞയും അതിന് പ്രേരകമാകുന്ന പ്രവർത്തനങ്ങളും നാം കാഴ്ചവെക്കണം. പ്രത്യേകിച്ച് ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഈ സംഘടനകളിലൊക്കെയും ഈ റമദാൻ കാലഘട്ടത്തിൽ ഇഫ്താറുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ ഇഫ്താറുകളിൽ ഐക്യം രൂപപ്പെടുന്നുണ്ട്. മാനസികമായിട്ടും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും കരുതലായിക്കൊണ്ടുള്ള ഇഫ്താറുകളാണ് സംഘടിപ്പിക്കാറുള്ളത്. മതവും ജാതിയും വർഗവും വർണ്ണവും ദേശവും ഒക്കെ വ്യത്യസ്തമാക്കിക്കൊണ്ട് അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും ഒന്നാണ്, മനുഷ്യരാണ് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഇഫ്താറുകൾ സംഘടിപ്പിക്കുന്നത്. ഈ അവസരത്തിൽ ഈ ഇഫ്താറുകൾക്കൊക്കെ സംഘടിപ്പിക്കുമ്പോഴും പുതിയ തലമുറയും കൂടി ഇഫ്താറിൻ്റെ ഭാഗവാക്കാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ പുതിയ തലമുറ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറിക്കൊണ്ട് മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകൾ കൂട്ടുകയും ഓരോ മനുഷ്യൻ്റെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ അവർക്ക് നേരിട്ട് അനുഭവിക്കാനും അതുവഴി സമൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കാനും അവർ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ തലമുറ ഇത്തരം അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സമൂഹത്തിനോടൊപ്പം ചേർന്ന് നടക്കുകയും സമൂഹത്തിൻ്റെ എല്ലാ ഉൾക്കാഴ്ചകളിലേക്കും അവരും കൂടി ഇറങ്ങി വരുന്ന ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, വീടുകളിൽ നിന്ന് ഈ മാസത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. വീടുകളിൽ നിന്ന് നിങ്ങൾ ഇത് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ കുട്ടികളോടൊത്ത് വളരെ ടോളറൻ്റായിട്ട് വളരെ സഹിഷ്ണുതയോടുകൂടി സംസാരിക്കുക, അവരോട് ചേർന്ന് നിൽക്കുക. അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ സങ്കടങ്ങൾ ഇതെല്ലാം നമ്മുടെയും കൂടെ സങ്കടങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവരെ ചേർത്ത് നിർത്തുക. അവരെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക. പൊതുസമൂഹത്തിൽ നടക്കുന്ന നിരവധിയായ പ്രവർത്തനങ്ങളിൽ അവരെയും കൂടി പങ്കാളികളാക്കുക. അങ്ങനെ പൊതുവായ ഇടങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരികയും ഒരു സാമൂഹികപരമായ ബോധം അവരിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിൽ നിന്നും അസാൻമാർഗികമായ കൂട്ടുകെട്ടിൽ നിന്നും അക്രമവാസനകളിൽ നിന്നും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നുമൊക്കെ നമുക്ക് അവരെ തടയാൻ കഴിയും. അതുവഴി ഒരു പുതിയ ഒരു സമൂഹത്തെ, ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും കുട്ടികളെ കാര്യങ്ങൾ പറയുമ്പോൾ പുതിയ തലമുറയുടെ കുട്ടികളെല്ലാം മോശക്കാരാണ് എന്ന ഒരു സാധാരണ ഒരു ചൊല്ല് നമ്മൾ ചൊല്ലാറുണ്ട്. പക്ഷേ അത് തീർത്തും തെറ്റാണ്. അതിന് പ്രധാന കാരണക്കാർ ഒരു പക്ഷേ നാം ഉൾപ്പെടുന്ന മാതാപിതാക്കളാണ്. കാര്യം നമ്മുടെയൊക്കെ കാലഘട്ടത്തിലെ കുട്ടികൾ നല്ലവരായതിൻ്റെ പ്രധാന കാരണം നമ്മുടെയൊക്കെ മാതാപിതാക്കളായിരുന്നു. അവർ നമ്മളെ നേർവഴിയിലൂടെ നടത്തിച്ചു.
അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾ തെറ്റുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട് എങ്കിൽ അതിന് പ്രധാന കാരണക്കാർ മാതാപിതാക്കളായ നമ്മൾ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അവസരം നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കണം. ഇങ്ങനെ റമദാനിൻ്റെ ആത്മീയമായ ചേതന അല്ലെങ്കിൽ ആത്മീയമായ ഒരു ഔചിത്യം അല്ലെങ്കിൽ ഓജസ് ലഭിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ ഐക്യത്തിനും സാമൂഹികപരമായ നന്മയ്ക്കും ഉതകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും BMC നടത്തുന്ന അഹ്ലൻ റമദാൻ എന്ന പരിപാടിയിൽ വരാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. റമദാൻ കരീം എല്ലാവർക്കും നേരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ഈദിൻ്റെ സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഈദിന് നാളുകൾക്ക് എല്ലാവർക്കും ഈദാശംസകൾ നേർന്നു. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.